ആ അടിപൊളി ഒരു ആൽമരം. നിനക്ക് ഇഷ്ടപ്പെട്ടാ? പോലെ നല്ല മഴക്കാലമാണ്, ഇഷ്ടംപോലെ വെള്ളം കാണും. അവിടെ വരെ ഉണ്ടെന്നോ വെള്ളം. ചെരുപ്പ് ഈ മരങ്ങൾ നിൽക്കുന്ന ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. ഇത് എന്ത് മരമായിരിക്കും അത്? ഇല ഇല്ലല്ല. ആ ശരിയാട്ടോ, മുരിങ്ങയുടെ പോലത്തെ ചെറിയ ഇലകളാണ്. ഹായ് 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 ഹായ്. ചേർത്തേട്ടൊക്കെ ഒറ്റടി ഇഷ്ടം കാരണം ഇതിന്റെ മറ്റേ വീഡിയോ ഇട്ടു. ആ ആ മറ്റേ ഇതിന്റെ ആണോ ഇട്ടിരുന്നത്? ശിവന്റെ മറ്റൊരു വീഡിയോ ഉണ്ടല്ലോ, മറ്റേ വലിയ സ്ഥലമില്ലേ ശിവന്റെ, അവിടെ പോയിട്ടോ. ആ എടുത്തോ. ആ വാ. പെട്ടെന്ന് വന്ന് ലോക്കാണ്. ആ വാവ്. എന്താ വേണ്ട? ഞഞ്ഞോ? അമ്മ പോയില്ലടാ ഉണ്ണി. നേണ്ട വരുന്ന അമ്മ. അവിടെ വെള്ളത്തിൻ്റെ വരുമ്പത്തേ പോവാനാണ് ബേബി. പോക്കോ, വണ്ടി വരുന്നുണ്ടേ. ആ ഇതായിരുന്നല്ലേ? അവിടെ വീടും ഉണ്ടായിരുന്നു. ആ ഇതും ഉണ്ടായിരുന്നു. ഇതിന്റെ തൊട്ടടുത്ത് ഇത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ സ്ഥലം വിൽപ്പനയ്ക്കാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല ഷേപ്പുള്ള സ്ഥലം. ഇവിടെ ഇത്രയും വെള്ളം കയറാൻ സാധ്യതയില്ല അല്ലേ? ഓ ഇത് കണ്ട, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിലേ പോരും. അതെ, ഇതിലേ അങ്ങ് ഇറങ്ങാം. ബാ. വണ്ടിക്ക് കയറാൻ പറ്റുന്നില്ല. ഇറക്കണോ വണ്ടി അങ്ങനെ? ഓ മൈ ഗോഡ്. പിന്നെ ഉറക്കം നോക്കിയിരിക്കണം. അവന് ഉറക്കം വരുന്നുണ്ട്. 11 മണിക്ക് ആള് ഉറങ്ങാറായിട്ടില്ല. ഇങ്ങോട്ടാ, നിനക്ക് വെള്ളത്തിൽ ഇറങ്ങണോ? അന്ന് വന്നപ്പോഴും ഇതുപോലായിരുന്നു അവന് ഉറക്കം. ബാ ഇങ്ങോട്ടോ. ചെരുപ്പ് ലോക്ക് ചെയ്തേക്കാം. ഓണല്ലേ? ആ വെള്ളത്തിൽ പോണോ? പേടിയായിരിക്കും. അന്ന് വേണ്ട.
ഒരു പേടിയാന്ന് തോന്നി ഈ വെള്ളം വീഴുന്ന കണ്ടിട്ടെ. അതെ അതെ. അതെ അതെ. വെള്ളത്തിൽ പോണോ? അമ്പലം അമ്പലം വെള്ളം വെള്ളച്ചാട്ടം തോട്. ആ തോടിൻ്റെ കളർ നോക്കിക്കളാ കേട്ടോ. എന്ത് രസമായിരുന്നു നോക്കി. വാവ് എടാ ഉണ്ണി നല്ല ചീവരുന്ന സൗണ്ട്. അവിടെ ഒരു വീടുണ്ട്. ഒക്കെ ഉണ്ട് വീടുകൾ. മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാ. ആ അത് ശരി. മലപ്പുറം. ഓഹോ ഓക്കെ ഓക്കെ. അത് കാണാൻ പറഞ്ഞു. റീല് കണ്ട്. ആ ആണല്ലേ. ഓക്കെ 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 ഓക്കെ. ആ ഇവര് മറ്റേ അവിടുന്ന് ഒരു ടൂർ പോലെ വന്നായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പാട്ട് പാടുകയാണോ? എടാ ഉണ്ണി ഡേഞ്ചർ ഡേഞ്ചർ ഉണ്ട് ഡേഞ്ചർ. ഇവിടെ മുഴുവൻ പായല. ആ അതെ അതെ. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇതിനെ കൊണ്ട് വീണ് ഞാൻ പണിയാവും. വെള്ളത്തിലാണല്ലോ ഉണ്ണി. മേലോട്ട് നോക്കിയതേ. മീനുണ്ട്. മീൻ മീനുണ്ടോ അതിനകത്ത്?
അയ്യ അയ്യ അയ്യ. വിളക്കുമാർ നടുക്കൂടെ കുഴിയുണ്ട് കേട്ടോ, നോക്കി പോണം. ഇത് കണ്ടില്ലേ? ആ നിക്കടാ ഉണ്ണി കൂടാ. ആണ്ടെ എടിയാ നിക്കരുത്, നനച്ചടി. അവിടെ ഒഴുകാം, ഇവിടുന്ന് അങ്ങോട്ട് പോകണ്ട. അയ്യേ അങ്ങോട്ട് പോകണ്ട റൗണി, അവിടെ ഒഴുക്കാം. അതെ അവിടെ മീനുണ്ട്. ദേ മീൻ 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 ദേ മീൻ മീൻ മീൻ. ഹായ്. ഫിഷ് ഫിഷ് മീമി ഉണ്ട്. മീമി മീം. അവൻ അവിടെ നിന്ന് മറ്റേ റിഫ്ലക്ഷനാ, അവനവിടെ റിഫ്ലക്ഷൻ കാരണം കാണത്തില്ല. നമ്മള് വെള്ളത്തിനടിയിൽ മീം 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 മീം. വീടല്ലേ ഉണ്ണി? ഓ മീം മീം മീം. ഒരുപാട് പേര് വന്നല്ലേ ഇപ്പം? അവിടെ നിന്നൊക്കെ ഒരുപാട് പേര്. അവിടെ വേറെ വഴിയുണ്ടോ? അതിലെ വേറെ വഴിയുണ്ടല്ലേ? ആ ശരി ശരി ശരി. ഒരു തോർത്തുമായിട്ട് വന്നിരുന്നേ കുളിക്കാറുണ്ടല്ലോ. ഇഷ്ടം പോലെ ആൾക്കാർ കുളിക്കാൻ വരാം.
ഒരുത്തം കഴിഞ്ഞ് ചാടിപ്പാ. ഉണ്ണിക്കൂടാ, നിന്റെ കുളി കഴിഞ്ഞോ? നീ നോക്കി. ആ വേണ്ട. ആ അത് കുഴപ്പമില്ല. നമുക്ക് ഒരു ദിവസം ടോണീനെ എല്ലാവരായിട്ട് വരാം. ഉണ്ണിക്കൂടാ, അയ്യോ വെള്ളത്തിൽ പോയോ ഉണ്ണി? വീണേ. ശരിക്കും ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഇവരെയല്ലോ. ഇവരെ വെള്ളത്തിൽ കൂടെ നടക്കുന്ന എടുക്കുമല്ലോ എൻ്റെ അറിവിലൊക്കെ. ഉണ്ണി ഇവിടെ മേളില് ഇട്. ഇത് ബേബി. ആ ബേബി ഉണ്ടല്ലോ അവിടെ. ബേബി അവർ നീന്തറാവല്ല, ഇവന് നീന്തിയാ കൊള്ളാന്നുണ്ട്. സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ വയ്യ, അവാർഡായി. എന്നതാ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരു പ്രൈവസി കളയല്ലേ. അവാർഡായി. പിന്നെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റും, എല്ലാവരും സെൽഫി എടുക്കാനൊക്കെ കൂടി വന്നു. ശല്യമായിരിക്കും പിന്നെ. ഇതിന് അങ്ങോട്ട് വേണ്ട, ഒഴുക്കുണ്ട്. ഇവിടെ ഇരുന്നോ, ഇരിക്കേ. ഇവിടെ ഇരുന്നോ, ഇരിക്കേ. ആ അവിടെ ഇരുന്നോ. അവനെ പിടിച്ചു നടക്കാൻ നേരം പിടിച്ചോണം കേട്ടോ. കൊതു ഉണ്ടായിരുന്നു, അറിയത്തില്ലല്ലോ. ഏയ് ഇപ്പം വീണൊന്നുമില്ലല്ലോ. അതിന്റെ വായിലൊക്കെ വെള്ളം കയറിപ്പോയിട്ടുണ്ട്. വായിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം തെറിക്കുന്നുണ്ട്. ആ അതെ അതെ, നീന്താൻ നോക്കണ. സമയം എത്രയായി? സമയം 4 മണി 5 മണിക്കാണ് തുറക്കുന്നത്. രാവിലെ വളർത്തു പോകണം. ഉണ്ണി ഉണ്ണി തരാ. ദേ ഉണ്ണി ചോദിച്ചു, ദേ ദേ പിടിച്ചോളി പിടിച്ച്. ആ ആ എന്നാ ആ
അയ്യോ മീൻ അയ്യോ അയ്യോ കിട്ടിയില്ല. ദേ ഉണ്ണി ദേ ആടാ മിടുക്കാൻ പിടിച്ചല്ലോ അത്. എവിടെ ഇവിടെയാ അവിടെ ഇരിക്കാവോ? എനിക്കറിയത്തില്ല. വാടാ ഉണ്ണി വാ വന്നേ വാടാ ഉണ്ണി ഇതേ അപ്പുറത്തേക്ക് പോരുത്. അവനെവിടെ അല്ലേടി ഉണ്ണി? അവിടെ ആഴം കൂടുതലാണേ, നമുക്ക് അപ്പുറത്തേക്ക് തന്നെ പോകാം. എടാ ഇവിടെ എത്ര മണിക്കാ തുറക്കണമെന്നല്ല അറിയാം. 6 മണിയല്ലേ? അടിയിലുണ്ട് മീൻ. നല്ല വഴുക്കലുണ്ട് കേട്ടോ. എന്നാടാ ആ അതെ സിമെന്റ് ആയതുകൊണ്ട് മാത്രം അതിന് ഇച്ചിരി ഒരു പിടുത്തമുള്ളത്. എന്താ വിട്ടോടി. ആ ആ റിവേഴ്സ് പോകാനുള്ളത്. വിട്ടോ വിട്ടോ അത് വിട്ടോ. ബേബി ഉണ്ണി ബേബി പോകണം. ബേബി പോയി ദേ ബേബി പോയി. ആ അതാ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഒഴുകി പോകല്ലേ കേട്ടോ. ആ പിടിച്ചോണ്ട് പോയാൽ മതി ഉണ്ണി. ആടെ മീൻ പോയല്ലോടാ ഉണ്ണി. ആ അത്രയും ഹൈറ്റ് ഉണ്ടല്ലേ? അവൻ്റെ മീനാവും കളഞ്ഞു.
മേളിലും ചേട്ടന്മാർ കയറാറുണ്ട്, താഴത്തും ചേട്ടന്മാർ കയറാം. നമ്മൾ മാത്രം ഇവിടെ ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുക. ആ അത് കുഴപ്പമൊന്നുമില്ല. അയ്യോ ഉണ്ണി, അങ്ങോട്ട് പോകണ്ട, അവിടെ ആഴമുണ്ട്. വാ വാ. നിങ്ങടെങ്കിലും പോകണ്ടോ? പോയോ? എന്ത് ഉണ്ണി? ഇവിടെ എന്ത് വേണം ചെയ്തോ? കിടന്നാലും കുഴപ്പമില്ല, സൈഡ് വഴി ഇത് സുഖമാണ്, ഇത് നല്ലതാ. അത് വിഷയമാണ് കേസല്ല എനിക്ക്. അങ്ങനെ വയ്യ. ആ ചെരുപ്പിങ് ഞാൻ പിടിക്കാം. നീ അവനെ പിടിച്ചാൽ അല്ല, എൻ്റെ ഒരു കൈ ഫ്രീ അല്ലേ ഇങ്ങോട്ട് വരും. വിടാൻ പറയുന്നത് എന്നാ വിട്ടോടാ, കുഴപ്പമില്ല, ഞാനിവിടെ ഉണ്ടല്ലോ. എന്താ ഉദ്ദേശിക്കണമെന്നറിയാം. സ്വപ്നങ്ങളി അടി പ്രാർത്ഥിച്ചു കഴിഞ്ഞോ? അത് 6 മണിക്കേ ഉറക്കുള്ളൂ. വാ, അത് ഇന്ന് വേറെ അമ്പലം പോവാ, അത്ര സമയമില്ലടി, 4:30 അല്ലേ ആയുള്ളൂ. വാ വാ. എടേ നമ്മൾ ടോണിനെ കൂട്ടിക്കൊണ്ട് വരാം ഒരു ദിവസം. ടോണി വൈകുന്നേരം വരാം. ടോണിനെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം വൈകുന്നേരം വരാം. നീ വാ. പിടിക്കുന്നില്ലട്ടോ, എണീപ്പിക്കാൻ നിൽക്കും. നീ എന്നാ ഇവിടെ താമസിക്കാൻ പോകണം? ഇത് ശരിയാ ഉണ്ണിക്കോട്ടെ, നീ ഇവിടുന്ന് വരികയല്ലേ? അതിനവിടെ ആ അവൻ്റെ ചെവിക്കകത്ത് വെള്ളം കയറി നോക്കാം. അങ്ങനെ പിടിച്ച ആ മോണിയുണ്ട്. അവനെ എടുത്തോ, എൻ്റെ കൈ പിടിച്ചോ. കൈ തന്നു പിടിച്ചേക്കോളാം. വരില്ലെന്ന് തോന്നുന്നു, ഇവര് 6 മണിയായിട്ടേ വരും. എടുത്തോ, പിടിച്ചോ. ഇപ്പോൾ കുറേ ആയി കേട്ടോ, അവൻ്റെ തലയിലൊക്കെ വെള്ളം വീണിട്ടുണ്ട്. നമുക്ക് തലയും തോർത്താം. പാ എടാ, നീ വരുന്നുണ്ടോ? ഞങ്ങൾ പൊക്കോട്ടെ. ഉണ്ണി ഒഴുകി പോവും. മിക്കാറും ഇവനെ പിടിച്ച് ഞാൻ വീഴുവേ വെള്ളമേ.
ചെരുപ്പ് ഉണ്ടാക്കല കൂടുതൽ തന്നെയുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരായി, ഇഷ്ടം പോലെ ആൾക്കാർ. ആ തുറന്നിട്ട് വരാം, ബാ തുറന്നിട്ട് വരാം. അപ്പോ ഇനി ഞങ്ങൾ പോടാ. ഉണ്ണി ചാട്ടാ ബായ്. നിനക്ക് ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണോ? ലേസ് വേണോ? ലേസ് ലേസ് വേണോ? ഇത് പിടി. ഞങ്ങൾ പൊക്കള പിടിച്ചോ. മിക്കവാറും ഫെയിലാർമിക്ക് ഒരു വീഡിയോ കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പ പോന്നു. ഞാൻ പറഞ്ഞ 6 മണിക്ക് പോന്നു. അത് ഈ പിടക്കിന്റെ വീട് നമ്മൾ ഉണ്ണി കുഴി കുഴി കാല് പോയ ക്യാമറ പോവും. ക്യാമറ ഓണല്ല, കാല് ഇതാവും. അവനെ ഉടുപ്പിടിക്കാം. ഇവിടെ വാ. ആ കേട്ടോ, എങ്ങനെ തോന്നട ഇങ്ങനൊക്കെ ചെയ്യാന്? നിനക്ക് എങ്ങനെ തോന്നുന്നു? പാവം എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ് പാവമായിട്ടാണ് ചെയ്യുന്നത്. ക്രൂര്. അയ്യോ ആയില്ല, ഇനി കട്ട് ചെയ്യണം. നിന്റെ ചെരുപ്പം തീ. അതെ അതെ, ഈ ഇഷ്ടംപോലെ മീനുണ്ട്. വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. പോടാ. നീ ഇവനെ ഒന്ന് പിടിക്ക്. എങ്ങനെ ഇങ്ങനെ ഇത് കുമാരി അമ്മൂമ്മ വന്നിട്ട് വരാം കേട്ടോ. കുമാരി ചാച്ചൻ വരും കേട്ടോ. അവര് വന്നിട്ട് വരാവേ. ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയാണ്. ഈ വണ്ടി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ വണ്ടികൾ എങ്ങനെ പോകും? ആ, അവര് പോകുന്നില്ല. ബേബി വന്നപ്പോ ഒന്നും കരഞ്ഞില്ല, ഇഷ്ടം നോക്കി. അവിടെ കണ്ടോ, അവിടെ കണ്ടോ വെള്ളം. സൂം ചെയ്തു അവരുണ്ടോ? അവരെ കാണാത്ത വെള്ളതാ. മോൻ തുറക്കട്ടെ, ഞങ്ങൾ കരയുമ്പോ മോൻ തുറക്കട്ടെ. അയ്യോ മാവണി കൂടെ വാ. ഓ വെറുതെ വണ്ടിയുണ്ടല്ലോ. ആ അത് തന്നെ. അതെ, പാർക്കിങ്ങിന് അത്രയും വലിയ പാർക്കിംഗ് ഉണ്ടാക്കിയിരിക്കുന്നില്ല. ഇത് കണ്ടില്ല, ഇവിടെ ഒരു മര്യാദയില്ല. അതുകൊണ്ടോ വണ്ടിയുടെ ഇന്ന് വ്യാഴാഴ്ച അല്ലേ? വ്യാഴാഴ്ച ഇപ്പുറം വരും. അതെ അതെ, പ്രത്യേകിച്ച് ഞായറാഴ്ചയൊക്കെ റീൽസ് കണ്ടിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടല്ലേ. ചെരുപ്പ് ആവശ്യം വന്നില്ല, വെറുതെ എടുത്തല്ലേ. നിന്നെ വണ്ടി കയറ്റിയല്ലോ കേട്ടോ. നനഞ്ഞ് വെള്ളം കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് മോനും ആക്രാന്തമായി. ഞങ്ങൾക്കൊരു തുള്ളി പോലും നനഞ്ഞിട്ടില്ല. ആക്രാന്താണ്, വെള്ളം കാണാത്തവരുടെ ആക്രാന്തം.
എടി ആ കാരണം പറഞ്ഞ് നമുക്ക് ഇനിയും വരാലോ. ഒരു 5-6 ദിവസം പറഞ്ഞ് ലാസ്റ്റ് കൊണ്ട് ഞായറാഴ്ച ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുന്നത്. ഇതുണ്ട്, നമ്പറുണ്ട്. ആ വിളിച്ചു നോക്കിയാലേ. സങ്കടപ്പെടുത്താൻ നിനക്ക് എങ്ങനെ തോന്നേടാ? ചെറുക്കൻ കലിപ്പാണോ ഇനി? ഓർത്ത് കറിയാ. അവൻ അത്ര ഇഷ്ടപ്പെട്ടു പോയി സ്ഥലം. ആദ്യം അവൻ ഇറങ്ങുന്നില്ലായിരുന്നു, നീ അല്ലേ കുത്തിപ്പൊക്കെ ഇറക്കിയത്. അടി അതുകൊണ്ട് അവൻ കുറെ നേരം വെള്ളത്തിൽ ചാടി എൻജോയ് ചെയ്തില്ലേ? ഇല്ലേ ഉണ്ണിക്കുട്ടാ? കുഞ്ഞിന് മുട്ടായി ഉണ്ടോ നോക്കട്ടെ, മുട്ടായി തരാം. സങ്കടം മാറ്റേ. അവന് ഒന്ന് ചിരിച്ചാൽ കൊള്ളാന്നുണ്ട്. ചെറിയ രസമുണ്ട്. അവന്റെ സന്തോഷം കൂടെ കൂടി കൊണ്ട് കയറി. ഇല്ല, നല്ല വിഷമാണ്. വെള്ളം കാണുമ്പോൾ സങ്കടമാവും. ആ ഇതിലേ വന്നല്ലേ? ഇവിടെ തന്നെ ഇട്ടിട്ടല്ലേ വന്നേ വണ്ടി? അപ്പൊ അവിടെ എങ്ങനെ പാലം ഉണ്ടോ? ഓ അതിലേ പാലം ഉണ്ടോ? ആ അതെ 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 അതെ. വെള്ളം ക്രോസ് ചെയ്ത് തന്നെ വരണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പാർക്കിംഗ്. വണ്ടിയുടെ താക്കോല് നിന്റെ ഉണ്ടല്ലോ അല്ലേ? ഓ ഞാൻ പേടിച്ചു പോയി. വെള്ളത്തിൽ പോയി പിന്നെ കിട്ടാനും സുഖമാണല്ലോ. അതെ. അല്ലല്ല നമ്മുടെ കൂട്ടല്ല, ഇത് സ്വിഫ്റ്റാ. ഓ ദേ അതാ പാല അല്ലേ? ഇത് അവിടെ നല്ല കോമ്പൗണ്ടൊക്കെ ഉണ്ടല്ലോ. വാ, ഞാനേ ഈ തുണി വണ്ടിയുടെ മേളിൽ വെച്ചിട്ട് വരാം. വാ എടാ, ചെരുപ്പ് വണ്ടിയുടെ മേളിൽ വെച്ചേരാ. ഹാറ്റ് ഹാറ്റ് വാ. ആ അതേ ഹാറ്റുണ്ടല്ലോ. ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഇത്രയും ചെളിയല്ലേ? ആ ബാത്റൂം ഒക്കെ ഉണ്ടല്ലോ, അതിന് മൂത്രം വെച്ചിട്ട് പോ. ആ എടി പാലത്തേക്കടെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. വാ, പൈപ്പ് വെച്ചുണ്ടാക്കിയേക്കണ. പൈപ്പ് വെച്ചാൽ ഉണ്ടാക്കിയേക്കണം. ഇതില നമ്മളെ വാട്ടർ ടാങ്ക് വെച്ചേക്കണം. ഇത് വെച്ചാൽ നമ്മൾ വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയേക്കണം. ഇല്ല ഇത് തന്നെ സെയിം. കൊള്ളാല്ലേ? അവിടെ ഗേറ്റുണ്ടോ? അതിലെ ആൾക്കാർ വന്നായിരുന്നു. അപ്പം ഇതൊന്നും അല്ല വെള്ളം അല്ലേ? ഈ കൂടുതൽ വെള്ളം വരണ്ട. ഇതൊക്കെ മുങ്ങാൻ മാത്രമുള്ള വെള്ളം വരുമായിരിക്കും ചിലപ്പോൾ. ഇത് അത്ര വലിയ ഹൈറ്റ് ഒന്നും ഇല്ല. അത് തന്നെ മഴയില്ല, എന്നിട്ട് തന്നെ ഇത്രയും. കാന്താരക്കാടിൻ്റെ അവസ്ഥ ഉണ്ടോ? മഴയില്ല, വന്നിട്ട് വെള്ളം ഇറങ്ങുന്നില്ല. എന്തായാലും ബാത്റൂമിൽ ഒന്ന് പോയിട്ട് കുറേ കൂടെ വേറെ വഴിയുണ്ടോ? നീ അതിലെ വന്നിട്ടുണ്ടോ? ആ ഇതല്ലേ വഴി? ഓ അപ്പോൾ ഇതിൽ ഈ പാലം വലിയ പാലമായിരുന്നു, നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് പോരായിരുന്നല്ലോ. ഈ പാലം ആ ഓ ഇതാണ് ശരിക്കും അമ്പലത്തിൻ്റെ. ഓ അമ്പലം മര്യാദയ്ക്കുണ്ട് കാണണം.
വാവ് നൈസ്. നല്ല അടിപൊളി കോമ്പൗണ്ട്, നല്ല വൃത്തിയുള്ള കോമ്പൗണ്ട്. ആയി ഇന്ന് പ്രാർത്ഥിക്കുകയാണോ? ചെമ്പരത്തി. നല്ല വൃത്തിയുള്ള അമ്പലം. അവിടെ എന്തൊക്കെയാണ് നാഗന്മാരുടെയാണ്, നാഗദീപങ്ങൾ. തിരുവരങ്ങ് ഭക്തിയുള്ള ഇറങ്ങണ ആണല്ലേ? അമ്മ അടുത്ത് പോവാണ് നമുക്ക്. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, അതിനെന്തെങ്കിലും ഇവിടെ നാഗത്തിന്റെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട്. അവിടെ അതുകൊണ്ടാണോ ഉണ്ണി പ്രാർത്ഥിക്കണേ? ഉണ്ണി നാഗത്തോട് പ്രാർത്ഥിച്ചോടാ. നീ സ്കൂളിൽ ചെല്ലാതെ അംഗനവാടിയിലെ പരീക്ഷയ്ക്കൊക്കെ ചെയ്യിക്കും. എന്നെ കഴിക്കണേ, സങ്കടം മാറാൻ കൊടുത്തേ. തിരുവരങ്ങിൽ മൊത്തം അയ്യോ ഇഷ്ടംപോലെ പാമ്പാണ്. സർപ്പക്കാവ് പോലെ അതാണ് അങ്ങോട്ട് പോകാനുള്ള മറ്റേ വഴി. ഓ ചെടിയാണല്ലേ. നേരെ പോകുന്നത് അമ്പലത്തിൻ്റെ സൈഡിലേക്കാണ്. ജാതിത്തോട്ടം റൈറ്റ് പ്രോപ്പർട്ടി അതിലേക്കാണ് വഴി. അതുപോലെ ഇവിടെ പിന്നെ അമ്പലത്തിൻ്റെ സൈഡ്, അമ്പലത്തിൻ്റെ വേറൊരാണ്ട്. ഈ സൈഡിൽ കൂടെ കയറാമല്ലോ അമ്പലത്തിലേക്ക്. സൂര്യകിരീടം അവന് വേണ്ടായിരുന്നോ? അവനിടാൻ പറഞ്ഞു. ഇതിലേ ഓടിക്കോട്ടെ, വിഷയമില്ല. കുഴപ്പമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ കുറച്ച്. അത് കുഴപ്പമില്ല, ഇത് പ്രശ്നമില്ല. തണുത്തു. ഓ ഓ അവിടുന്ന് എടുത്ത് ചാടാൻ പറഞ്ഞില്ലേ? അവന് ബക്കറ്റിലുള്ളത് എങ്ങനെ അറിയാം? കുളിക്കാൻ നേരത്തെ ബക്കറ്റിന്റെ പിച്ചത്തിരുന്നിട്ട് എടുത്ത് ചാടുക. അവനെ മുക്കിപ്പൊക്കി ഇടുക. വണ്ടിക്കകത്ത് വെള്ളം ഇരിപ്പില്ലടി. വേണ്ട വേണ്ട, ഇറക്കണ്ട. ശരിയാ, ഇവനെ ഒന്ന് പിടിച്ചോടി.
അങ്ങോട്ട് തിരിഞ്ഞോ വാടാ ഉണ്ണി. ആ പറമ്പഴോ വാ 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 ഇങ്ങോട്ട് വാ. അങ്ങോട്ട് നമുക്ക് വഴി നോക്കിയിട്ട് വരാം. വാ അതിനടുത്തല്ലേ കൈ കൊണ്ട്. നാഷിഫാണോ? കഞ്ഞി കൊണ്ടുവരും. ഓ ഇതൊരു പ്രത്യേക വൈബാണല്ലോ. ആ ഇങ്ങ് കൊണ്ടുവരും. ആ സാറല്ലേ ഞാൻ വിളിച്ചോ വന്നിരി. വീട്ടിലോട്ട് പോകുന്ന വഴിയാന്ന് തോന്നുന്നല്ലേ. നാഷിഫേ ആ ഉവ്വാ ആ ലൈവായി ഉവ്വാ ഞാനത് വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു. അത് ലൈവായിട്ടുണ്ട്. അഡ്രസ്സിൻ്റെ ചേഞ്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു. ആ ലൊക്കേഷൻ്റെ ആണോ? ആയിക്കോട്ടെ. ആ പിന്നെ ആ ചെയ്യാമല്ലോ നാഷിഫേ. അത് അന്ന് അയച്ചേക്കാം വാട്സാപ്പിൽ. ഓക്കെ. ആ അത് കുഴപ്പമില്ല. ഇടിച്ച് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കളക്ട് ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. നോ പ്രോബ്ലം. ആ അത് ഞാൻ ചെയ്തോളാം ബ്രോ. ഓക്കെ. ഇതെല്ലാം അടിപൊളി സ്ഥലമാണല്ലോ. ഒരു ഭയങ്കര ഇരുളിമയുള്ള സ്ഥലം അല്ലേ. ഓ ഇത് ഭയങ്കര ഒരു പ്രത്യേക വൈബുള്ള സ്ഥലം. നമ്മുടെ അവിടത്തേക്കാളും ഇരുട്ടില്ലേ. ഇത് നല്ല ഷേപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നല്ല രസം കാണാൻ. ആ ഇത് പുതിയ ടാറിങ്ങായി. വണ്ടി വരുന്ന വഴിയാണ്. അട്ടയുണ്ട് ഉണ്ണി. അട്ട ആ അല്ലല്ല ഞാൻ താഴ്ച ഇതിനേം പോവാം. അയ്യ അട്ടേനെ കൈ കൊണ്ട് പിടിക്കോ? അട്ടയാണോ? അല്ലല്ലോ. അല്ലാത്ത അട്ട ഇവൻ കണ്ട ചാടി എന്റെ എളിയ കയറിയിരിക്കുന്നവനാ. അട്ട അല്ലത്. അഭിനയ കുലപതിയാണ്. അട്ട പോയെന്ന്. ഒറിജിനൽ അട്ട കണ്ട വേറെണ്ട എന്റെ എളിയ കയറി തീ പിടിച്ചോടുക. എടി കൊതുകൊണ്ട് പോയാലോ? പോവാം. അഞ്ചേകാല്. അടുത്ത സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അവനറിയാം എവിടെ പ്രാർത്ഥിക്കേണ്ടത്. എവിടെ വണ്ടി? ആ അതേട്ടാ അവിടെയാടാ. ആ ബുള്ളറ്റിൻ്റെ സൗണ്ടാണല്ലോ. ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കളത്തൂർ. കഥയറിയാതെ കൈവിടിഞ്ഞു പാൻപരായിൻ്റെ ആണോ? ആ ഇനി പോയാലോ? ആ എന്നാ അവിടെ അഴുക്കാടാ ഉണ്ണി. വാ. ആ അപ്പിടാനാണോ? ആ വെറുതെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി ഓടി. ആ അപ്പിടാൻ നേരത്താണ് നിക്കറ് കൂറ.
അല്ലിയിളം ഉണ്ണി ചെരുപ്പിട്ട് അമ്പലത്തിൽ കയറല്ലോ കേട്ടോ, അടി കിട്ടും. ഇങ്ങ് പോരും. ഞാനാ ഉണ്ണി കാക്കയുണ്ടോ അവിടെ? ഇങ്ങ് പോരും. അത് വീഴാനുള്ള പരിപാടിയാണേ. അതവന് മാത്രമേ അറിയത്തുള്ളൂ അവിടെ എന്നാ സംഭവം. എന്നിട്ട് വീണ്ടും പോയോ? എടാ മതിടാ, നീ വീഴും. നീ വാ. വണ്ടി 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 ടാറ്റ ഇങ്ങ് പോരും. വാ, ആ വണ്ടി വരുന്നുണ്ടോ ഉണ്ണിക്കൂട്ടാ? വാ. ദേ അമ്മ ദേ. എന്നെ അക്രമക്കടാണ്. ഇങ്ങോട്ട് നീ അപ്പുറത്തേക്കൊന്നും കൊണ്ടിട്ടില്ല. ഇങ്ങ് കണ്ടോ അയ്യേ അയ്യേ ദേ തൂത്തോ ആ എടുക്കാൻ തൂത്തോ. അതിലേ പോകാൻ പറ്റില്ല ഉണ്ണിക്കൂട്ടാ. അമ്മ ഇപ്പോൾ വരൂ. എടാ അതിൽ ചാടാൻ പറ്റിയല്ലേ?